ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നുണ്ട് കേട്ടോ. രാവിലെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പയറൊക്കെ പൊട്ടിച്ച് വെച്ചതാട്ടോ. പിന്നെ ഞാൻ കരുതി എന്തിനാ അപ്പം ഞാൻ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കണത്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കുള്ള ചോറും ഇന്നലത്തെ മീൻകറി എന്താ പൂളക്കൂട്ടാനും ഒക്കെ ഇന്നലത്തെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ എന്ന് കരുതി ഞാൻ. പിന്നെ 2 ദിവസം കൊടുന്നേരത്തെ ചിക്കൻ്റെ കുറച്ച് മാറ്റി വെച്ചതും ഉണ്ടായിരുന്നു ഫ്രീസറിൽ കേട്ടോ. അത് മക്കൾക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചുടുവെള്ളം എന്തായാലും കുടുക്കയിൽ അടുപ്പത്ത് കയറ്റലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനാണ് അരി ഇടും, അല്ലെങ്കിൽ അതിന് വെള്ളം മുക്കാനും ഒക്കെ നമുക്ക് ആവശ്യമാണല്ലോ കുടിക്കാനൊക്കെ. അപ്പോൾ ആ വെള്ളം ആ കനലിൽ കിടന്ന് അങ്ങനെ ചൂടായി കിടന്നിരുന്നു കേട്ടോ, തിളക്കാനായി വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്തങ്ങാണ്ട് നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പയർ അതേപോലെ ഫ്രിഡ്ജിലും കയറ്റിയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്ത 380 സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 389 പേരാണെങ്കിലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ തിളച്ചിട്ട് ചോറിട്ട് കൊടുത്തൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് തന്നെ ഞാൻ പൂളക്കൂട്ടാനും മീൻകറിയൊക്കെ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ദിവസമായിട്ട് മഴൻ്റെ ഒരു മൂടിക്കയറി ഇങ്ങനെ നിന്നിരുന്ന, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നാട്ടിലേക്കൊക്കെ മഴ ഉണ്ട് എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഇന്നലെ മഴ ചാറിയപ്പോൾ എടുത്ത് വെച്ച കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുങ്ങാണ്ട് അതൊക്കെ മടക്കി വെക്കാനും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ പച്ചരി ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പാത്രം മോറലും അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കുളിയും കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കഴിക്കൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലോങ് വീഡിയോ ആകുമ്പോൾ പിന്നെ എന്താ പറയുകയെന്നൊന്നും കിട്ടില്ല. പിന്നെ ആകെ തപ്പ് തടവ് ഇങ്ങനെ വരുള്ളൂ. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കും.